കുടിശ്ശിക ക്ഷേമ പെൻഷൻ നിലവിൽ 3 ഗഡുക്കളാണ് ഇനി ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത്. ഈ കുടിശ്ശിക വരുന്ന മാസങ്ങളിൽ നൽകി തീർക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന മാസങ്ങളിൽ ഓരോ ഗഡുക്കൾ വെച്ച് കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യും. തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത്. 2025 ഏപ്രിൽ മാസത്തോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കാൻ രേഖകൾ സമർപ്പിച്ചിരിക്കണം. അതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ ഗുണഭോക്താവിന്റെ വരുമാന സർട്ടിഫിക്കറ്റ്, മറ്റു പ്രധാനപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുന്ന സമയം കൂടിയാണിത്. വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവും വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും ഈ സാമ്പത്തിക വർഷം ഉണ്ടാവും. തീയതികൾ വരും ദിവസങ്ങളിൽ അറിയിക്കും. 1 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ വാങ്ങാൻ അർഹത ഇല്ലെന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ വാർഷിക വരുമാന രേഖ ഹാജരാക്കുന്നത് മൂലം അനർഹരായ നിരവധി പേരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനും സർക്കാരിന് സാധിക്കും. മറ്റൊരറിയിപ്പ്: സംസ്ഥാനത്തെ മുഴുവൻ കരാർ താൽക്കാലിക ജീവനക്കാർക്കും ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. 5% വീതമുള്ള വേതന വർധനവാണ് കൊണ്ടുവരിക. താൽക്കാലിക കരാറുകാർക്ക് സ്ഥിര നിയമനത്തിന് അർഹതയില്ലെന്ന് ഉത്തരവിൽ പറയുന്നുണ്ടെങ്കിലും 8 വർഷം പൂർത്തിയായവരെല്ലാം സ്ഥിരപ്പെടുത്തി കിട്ടാനുള്ള നീക്കം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. മറ്റൊരറിയിപ്പ്: സർക്കാർ ജീവനക്കാരുടെ ഇൻഷുറൻസായ മെഡിസെപ് പദ്ധതിയുടെ കരാർ കാലാവധി തീരാൻ 2 മാസം മാത്രം ശേഷിക്കെ തുടർ കരാറിൽ അനിശ്ചിതത്വം. പദ്ധതി നടത്തിപ്പിനെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചെങ്കിലും ഇതുവരെയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. 2022 ജൂലൈ 1 ആരംഭിച്ച നിലവിലെ മെഡിസെപ് കരാർ 2025 ജൂൺ 30 അവസാനിക്കുന്നത്. നിലവിലെ പദ്ധതിയിലെ പോരായ്മകൾ പരിഹരിച്ച് തുടരണമെന്നാണ് സർക്കാർ താൽപര്യം. അതുകൊണ്ട് തന്നെ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുള്ള ഉത്തരവിൽ മെഡിസെപ് 2ാം ഘട്ടം എന്നാണ് വിശേഷിപ്പിച്ചത്. നിലവിൽ 500 രൂപയാണ് പ്രതിമാസ പ്രീമിയം. അതേസമയം 1ാം ഘട്ട പദ്ധതിയുടെ പകുതി പിന്നിടും മുൻപ് തന്നെ പ്രീമിയം വർധനവ് ആവശ്യപ്പെട്ട് ഇൻഷുറൻസ് കമ്പനി സർക്കാരിനെ സമീപിച്ചിരുന്നു. മെഡിസെപ് വഴിയുള്ള ക്ലെയിം തുക കുതിച്ചുയർന്ന സാഹചര്യത്തിൽ പ്രതിമാസ പ്രീമിയമായ 500 രൂപ 550 രൂപയായി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു കമ്പനിയുടെ ആവശ്യം. പക്ഷേ അന്ന് സർക്കാർ അത് അംഗീകരിച്ചില്ല. ഒപ്പുവെച്ച കരാറിലെ ധാരണ മുൻനിർത്തിയായിരുന്നു ആവശ്യം സർക്കാർ നിരസിച്ചത്. അതേസമയം കരാർ പുതുക്കുന്ന ഘട്ടത്തിൽ പ്രീമിയം വർധന കമ്പനി ഉന്നയിക്കുമെന്നതാണ് പ്രശ്നം. അല്ലാത്ത പക്ഷം പുതിയ കമ്പനിയെ കണ്ടെത്തുന്നതിന് ടെൻഡർ ക്ഷണിക്കലടക്കം ഒട്ടേറെ നടപടികൾ പൂർത്തിയാക്കണം. ഈ സാഹചര്യത്തിൽ പ്രീമിയം വർദ്ധിപ്പിച്ച് കരാർ പുതുക്കാനുള്ള ആലോചനയുമുണ്ട്. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.